ഹേ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളെ കുറേ ദിവസമായിട്ട് കോവയ്ക്ക പറിക്കുന്നില്ലായിരുന്നു. ഒരു 4-5 ദിവസമായിട്ട് കുറേ കോവയ്ക്ക ആയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ കോവയ്ക്ക പറിക്കാനായിട്ട് വന്നത്. ഞാനും ഉണ്ട്, പാറും ഉണ്ട്. വേണ്ടത് പാറുവിനൊരു നല്ല ഐസ്ക്രീമൊക്കെ കഴിച്ച് ചെറിയ തൊണ്ടവേദനയൊക്കെ ആയിട്ടിരിക്കുക അല്ലേ? തൊണ്ടവേദനയാണ്. ബക്കറ്റ് എടുക്കാവോ ഗൈസ്? കോവയ്ക്കൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വലുതായിട്ടുണ്ട്. കണ്ടോ? നമുക്ക് പറിക്കാൻ അല്ലാതെ തന്നെ പറിക്കണ്ടോ? കോവയ്ക്ക അത്യാവശ്യം നല്ലതുപോലെ വലുതായിട്ടുണ്ട്. ഇനിയിപ്പം ഇത് പഴുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഡൗട്ട്. തോട്ടിയൊക്കെ വെച്ച് കോവയ്ക്ക പറിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. എവിടെ 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 ഇവിടെ കയറി എന്ന് പറിച്ച് നോക്കാം. നീ ആ വള്ളി കളയല്ലേ? ഓക്കെ, ഇത് എണ്ണ വയസ്സ് ഉള്ളതൊക്കെ അത്യാവശ്യം അടങ്ങി. അയ്യോ, വീണില്ല. അത്യാവശ്യം എല്ലാം വലുതായിട്ടുണ്ട്. അയ്യോ, കേടായിട്ടുണ്ട് ചിലതൊക്കെ. ഇവിടെ എല്ലാം കോവയ്ക്ക ആയിട്ടുണ്ട്. ഇനി ഇട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് വാടിപ്പോവും, അല്ലെങ്കിൽ പഴുത്തു പോവും. അതിനു മുന്നേ മൊത്തം പറിച്ചെടുക്കാനുള്ള പരിപാടിയില്ല. ഇത് കേടായിട്ടുണ്ട് കണ്ടോ? ഇത് കേടായി. അയ്യോ, മോട്ടർ ഇവിടെ ഒരു വലുത് കിടപ്പുണ്ട്. വേണ്ടോ? വേണ്ടതേ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഇത്രയും കോവയ്ക്ക ഒരു ദിവസം കിട്ടുന്ന ആദ്യമാണ് കേട്ടോ. ഇത്രയും കോവയ്ക്ക കിട്ടിയില്ലായിരുന്നു. സാധാരണ നമുക്ക് കൂടുതൽ കിട്ടുന്നത് വെണ്ടയ്ക്കായും പയറുമായിരുന്നു. പക്ഷെ കോവയ്ക്ക 3-4 ദിവസമായിട്ട് പറിക്കാതിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു വലുതാവുകയും ചെയ്തത്. നല്ലതുപോലെ കാണിച്ചേ, നല്ലതുപോലെ വലുതായല്ലേ? കണ്ടോ? ഇതെന്തായാലും എടുക്ക. പാറ ഒരു ചെറുതിനെ കാണിച്ചു തന്നു. ഇവിടെ വേറെ അവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഈ ബക്കറ്റിൻ്റെ പകുതി ആറായി. ഇനിയുണ്ട്. കുറേ കോവയ്ക്ക ആയിട്ടുണ്ട്. അതെല്ലാം പറിച്ചെടുക്കാൻ അമ്മ മോട്ടർ ഓഫ് ചെയ്യാനായിട്ട് പോയി. ഞാൻ ഒറ്റയ്ക്കായി. ഇഷ്ടം വന്നപ്പോൾ പാറു ഓടി. ഈ വള്ളി ശലം കയറ്റി ഇടുന്നത് ഇതിലും കണ്ടോ? ഇഷ്ടംപോലെ കിടപ്പുണ്ട്. കണ്ട ഇതുണ്ടോ? വരിയായിട്ട് കിടക്കുവാണ്. ഇഷ്ടം പോലെ കോവയ്ക്ക. കോവയ്ക്ക ഒരുപാടായിട്ടേ പറിച്ച് തീരുന്നില്ല. നമ്മൾ വീട്ടിൽ കൃഷി ചെയ്തിട്ട് ഇത്തവണ കൃഷി ചെയ്തിട്ട് ഇത്രയും കോവയ്ക്ക കിട്ടുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളമിട്ടായിരുന്നു, ചാണകമൊക്കെ ഇട്ട്. അപ്പോൾ പിന്നെ 3-4 ദിവസമായിട്ട് കോവയ്ക്ക പറിക്കുന്നില്ലായിരുന്നു. മറ്റേത് നമ്മൾ 2 ദിവസം കൂടുമ്പോൾ പറിക്കാൻ നേരത്ത് ഇത്രയും നമുക്ക് അറിയത്തില്ലായിരുന്നു ഇത്രയും കിട്ടുമെന്നുള്ളത്. ഇതിപ്പം കുറേ ദിവസം പറിക്കാതിരുന്ന് കഴിഞ്ഞപ്പം ഒരു ബക്കറ്റ് നിറച്ച് കോവയ്ക്ക കിട്ടുന്ന രീതിയിലോട്ടിപ്പം ആയിട്ടുണ്ട്.
ഇപ്പോഴും മൊത്തം പറിച്ച് കഴിഞ്ഞിട്ടില്ല. ഞാൻ ദേ കാണിച്ചു തരാം. ഇത് കേട്ടോ, ഇനി ഇവിടെ എല്ലാം ഇഷ്ടംപോലെ കിടപ്പുണ്ട്. എല്ലാം പറിച്ച് തീരണത്. ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഉണ്ട്. ഇതുണ്ടോ, ഈ ബക്കറ്റ് നിറച്ചും കോവയ്ക്കുണ്ട്. ഇത് കോവയ്ക്ക മാത്രമാണ്, അത് എല്ലാം അത്യാവശ്യം നന്നായിട്ട് വലുതായ കോവയ്ക്ക. കണ്ടോ കഴിച്ചേ. കുറച്ച് പയറും കൂടെ ഉണ്ട്, കുറേ കൂടെ ഉണ്ട്. അപ്പോൾ അതോടെ പറിക്കാനായിട്ടുള്ള പരിപാടിയില്ല. ഇത്രയല്ല, കുറച്ച് പറിച്ച് അകത്ത് കൊണ്ട് വെച്ച് അത് കാണിക്കാം. ഹേ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയത് പയറും ഉണ്ട്, കോവയ്ക്കുണ്ട്. കോവയ്ക്കാണ് കുറേ നല്ലതുപോലെ കിട്ടിയേക്കുന്നത്. കോവയ്ക്ക ഒരു ബക്കറ്റ് നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം കുറച്ച് പയറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ കോവയ്ക്കയും മൊത്തം കോവയ്ക്കയും. കോവയ്ക്ക അത്യാവശ്യം നന്നായിട്ട് വലുതായിട്ടുണ്ട്. ഇത്രയും പയറും കിട്ടി. ഉണ്ടോ, ഇതാണ് നമുക്ക് ഇന്ന് മൊത്തം കിട്ടിയ കോവയ്ക്കയും പയറും. പാവയ്ക്ക ആയിട്ടുണ്ട് കേട്ടോ. പാവയ്ക്ക ഒരു ഇതൊക്കെ ആയിട്ടുണ്ട്. ഇതിന് നമ്മൾ പേപ്പർ കെട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ എന്താ പറയണ്ട പ്രാണികളൊക്കെ കയറും, പുഴു കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കെട്ടിയ പേപ്പർ പോയി. എവിടെയുണ്ട് ഇതുണ്ടോ, ആയി വരുന്നേ ഉള്ളൂ, അത്യാവശ്യം വലുപ്പമാവുന്നതേ ഉള്ളൂ. ഇതിലെല്ലാം ഈ പേപ്പർ കെട്ടിയേക്കുന്ന എല്ലായിടത്തും പാവയ്ക്ക ഉണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ ഗുഡ് ബൈ.